ഹായ് ഫ്രണ്ട്സ്, റീന ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഏത് രീതിയിൽ കളിക്കുമ്പോഴാണ് കൂടുതലും സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള ഓർഗാസം അല്ലെങ്കിൽ നല്ല രീതിയിലൊരു സംതൃപ്തമായ ഓർഗാസം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഞാനൊരു സത്യം പറയട്ടെ. ഈ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും സാധാരണ കളിക്കുന്ന സമയത്ത് ഓർഗാസം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നുവെച്ചാൽ അവർ രതിമൂർച്ചയിലെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പലരും രതിമൂർച്ച അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഓർഗാസം വന്നു എന്നുള്ള രീതിയിലുള്ള അഭിനയമുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷെ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും അങ്ങനെയാണ്. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ, രണ്ട് കൂട്ടരുടെയും കൈ കാരണമുണ്ടില്ലെന്നല്ല, പക്ഷെ എന്നാലും പുരുഷൻ്റെ ടെൻഷൻ, സ്ട്രെസ്സ്, അല്ലെങ്കിൽ അവരുടെ ജോലിഭാരം, ജോലി സംബന്ധമായിട്ടുള്ള അവരുടെ ഉത്കണ്ഠയും അവരുടെ സ്ട്രെസ്സും ഒക്കെ തന്നെയാണ് കാരണം. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ഈ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ തന്നെ നല്ല ലൈംഗികതയ്ക്ക് തടസ്സം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കളി കളിക്കാനുള്ള ആ ഒരു ഇതിന് തടസ്സം നിൽക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള സെക്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു അങ്ങ് വന്നു, അവസാനിപ്പിച്ചു, പോന്നു, ആ ഒരു രീതിയിലുള്ള ഇതല്ല. യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച്, ആരോഗ്യമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സെക്സിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ് സെക്സിനുണ്ട്. എന്ന് കരുതി എപ്പോഴും 24 മണിക്കൂറും അവർ സെക്സ് ആലോചിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതൊന്നും അല്ല. എന്നാലും അവർക്കതിനൊരു ആഗ്രഹം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ധൃതി വെക്കാതെ, എന്ന് വെച്ചാൽ ഇത് ധൃതി വെക്കാതെ ഒരു ഫോർ പ്ലേ ആണ് കൂടുതലായിട്ട് ചെയ്ത് ആ ഒരു മൂഡിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ പിന്നെ യഥാർത്ഥത്തിൽ പെനീസൊക്കെ ഇൻസേർട്ട് ചെയ്ത് ചെയ്യാനായിട്ട്. അപ്പം പലർക്കും അങ്ങനെയുള്ളൊരു ക്ഷമയില്ല. അപ്പം ഭാര്യയായാലും ഭർത്താവായാലും ആരായാലും നമ്മൾ സെക്സ് ചെയ്യുന്ന സമയത്ത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് സെക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഒരു പാട്ടൊക്കെ കേട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പഴയ മലയാള സിനിമകളൊക്കെ, നല്ല സിനിമകളുണ്ടല്ലോ, അന്ന് ഇച്ചിരി റൊമാൻറ്റിക്കായിട്ടൊക്കെ ഉള്ള സിനിമ കാണുകയൊക്കെ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് മാറി, നമ്മളെ ഒന്ന് സ്വയം മറന്നിട്ട്, നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മറന്നിട്ട് വേണം നമുക്ക് കളിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസവും ഒരു മൂഡും ഒക്കെ വരും. അതുപോലെ തന്നെ ഈ കളിക്കുന്നതിൻ്റെ ഒരു രീതിയെന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ബെഡ്റൂമിനകത്ത് കയറിക്കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും ഈ തുണിയെല്ലാം ആദ്യമേ ഊരിക്കളയരുത് കേട്ടോ. ചിലവരങ്ങനെ ഉണ്ട്, കളിയുള്ള ദിവസം തുണിയെല്ലാം ഊരി അങ്ങ് ബെഡ്റൂമിൽ കയറി അങ്ങ് കളയുക എന്നുള്ളതാണ്. അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ കുറേ നേരം കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്ത് കുറേ നേരം ഡ്രസ്സ് ഇട്ടുകൊണ്ട് 1 by 1 ആയിട്ട് ഡ്രസ്സ് ഇങ്ങനെ മാറ്റുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു സ്ത്രീക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചിലപ്പം നമ്മളിത് കഴിയുമ്പോൾ ചിലപ്പം അങ്ങ് മറന്നു പോകും. അപ്പോൾ ഇപ്പോഴും തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. കാരണം പല രീതിയിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴെങ്കിലും നമുക്കത് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഈ ഫോർ പ്ലേ ചെയ്യുന്ന സമയത്ത് സ്ത്രീയും പുരുഷനും രണ്ട് കൂട്ടരും പാൻറ്റീസ് ഇടണം. എന്ന് വെച്ചാൽ പുരുഷനാണെങ്കിൽ അവർ അണ്ടർവെയർ ഉണ്ടായിരിക്കണം, അതുപോലെ സ്ത്രീക്ക് പാൻറ്റീസും ഉണ്ടായിരിക്കണം. അങ്ങനെ അതിട്ടുകൊണ്ട് കുറേ നേരം ഫോർ പ്ലേ ചെയ്യുമ്പോഴാണ് അതിനൊരു രസം ഉണ്ടാകുന്നത്. പക്ഷെ പലരും അങ്ങനല്ല. പലരും ആദ്യമേ ഇതെല്ലാം ഊരിക്കളയും, എന്നിട്ടാണ് ഫോർ പ്ലേ തുടങ്ങുന്നത് പോലും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്.
അതുപോലെ തന്നെ അത് പാൻറ്റീസൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ സ്ത്രീയുടെ പാൻറ്റീസ് പുരുഷൻ ഊരിക്കളയണം. അതുപോലെ പുരുഷൻ്റെത് സ്ത്രീയും വേണം ഊരാൻ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരുമ്പോൾ ഒരു പ്രത്യേക ഒരു ആനന്ദം കിട്ടും. രണ്ട് കൂട്ടർക്കും ഒരു രസമാണത്. അതുപോലെ തന്നെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും വേറൊരു പെണ്ണിൻ്റെ പേര് പറയുക, അല്ലെങ്കിൽ വേറൊരു പുരുഷൻ്റെ പേര് പറയുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് രണ്ട് കൂട്ടർക്കും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരിക്കലും അങ്ങനെ വേറൊരാളിൻ്റെ പേര് പറയുകയോ വേറൊരു സബ്ജക്റ്റ് അവിടെ കൊണ്ടുവരികയോ ചെയ്യരുത്. അതുപോലെ തന്നെ ഈ ഫോർപ്ലേ സമയത്ത് നമ്മുടെ ചെവിയുടെ പുറകിൽ കഴുത്തിൻ്റെ ആ സൈഡിലൊക്കെ കിസ് ചെയ്യുന്നത്, ചെവിയിലിങ്ങനെ പതുക്കെ കടിക്കുന്നത്, അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്ന ഭാഗമാണ് ബ്രസ്റ്റ്. അപ്പോൾ ഈ ബ്രസ്റ്റിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ സ്ത്രീയുടെ ഒരു ലൈംഗിക അവയവം തന്നെയാണ് ബ്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റിന് മാക്സിമം സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് വേണം ഈ സാധനം അകത്തോട്ട് വെക്കാൻ. അതിനു മുമ്പേ നിങ്ങൾ വെക്കരുത്. അതുപോലെ തന്നെ ഈ ആണുങ്ങൾ പെണ്ണുങ്ങളെ ഇങ്ങനെ കിസ് ചെയ്യുമല്ലോ. അങ്ങനെ കിസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഫോർപ്ലേ ചെയ്യുന്ന സമയത്ത് പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, സ്ത്രീകൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ സ്ത്രീകൾ പുരുഷൻ്റെ സാധനത്തിനകത്ത് പിടിച്ച് ഇച്ചിരി ബലമായിട്ടൊക്കെ ഒന്ന് പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലൊരു മൂഡുണ്ടാകുകയും നല്ല ഇറക്ഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. ചില സ്ത്രീകളുണ്ട് കളിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യത്തില്ല. എന്നെ വേണേൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഞാനിങ്ങനെ കിടക്കും എന്നുള്ള ഒരു മനോഭാവം. ഇനി ഞാൻ കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഇനി ഭർത്താവിന് വല്ല സംശയം തോന്നുമോ, അല്ലെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര വികാരമുള്ള ആളായിട്ട് ഭർത്താവ് തെറ്റിദ്ധരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. അവിടെ അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തേജിപ്പിച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ഫോർപ്ലേ ഒക്കെ കഴിഞ്ഞ് അകത്ത് വെച്ചിട്ട് കളിക്കാൻ തുടങ്ങുമ്പോൾ പുരുഷന് കംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ പുരുഷന് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ അടിക്കാനായിട്ട് പറ്റുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അവർക്ക് കംഫർട്ടബിളായിട്ട്, എന്നുവെച്ചാൽ പെട്ടെന്നൊന്നും വരാത്ത രീതിയിലുള്ള ഒരു പൊസിഷൻ തിരഞ്ഞെടുത്ത് ചെയ്യുന്നതായിരിക്കും കളിക്കുമ്പം കൂടുതൽ സമയം കിട്ടുന്നതും സംതൃപ്തി കിട്ടുന്നതും, അതുപോലെ സ്ത്രീക്ക് നല്ല ഓർഗാസത്തിലോട്ട് പോകുന്നതും. അപ്പോൾ സമയം ഒത്തിരിയായി, ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.